കൂടുതലടിക്കുക? അമ്മാന്ന് പറയാം. അമ്മ ഇവിടെ ഇമ്മാന്നൊക്കെ പറയില്ലേ? ആ ബ്യൂട്ടിഫുൾ വാക്കാട്ടോ. ആ അടിപൊളിയാണ്. മലപ്പുറം ഞാൻ പറയുമ്പോൾ മലപ്പുറത്തിന്റെ മണ്ണിൽ കാലം തിരികെ ആവശ്യപ്പെടും. ആ കേരളത്തിൽ ഏറ്റവും ഇവരുടെ ഡയലോഗ് അടിക്കാൻ കഴിഞ്ഞിട്ട് അച്ഛൻ ദൂരത്തിൽ ഡയലോഗ് അടിച്ചപ്പോ ഒരിക്കൽ അവന് ഇന്നത്തെ സെറ്റാക്കിലേക്ക് ഞാൻ സാറിന്റെ കണ്ണിന് കാറ്റിന് പോകാം. എന്ത് മനുഷ്യന്മാർ! എനിക്കിതൊക്കെ ശീലമാക്കും. ഞാൻ ചെറിയ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാറുണ്ട്. ചെറിയ കുട്ടികൾക്ക് 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പണ്ട് ക്ലാസ് എടുക്കാൻ പോയിട്ട് ടീമായിട്ട് തിരിച്ചു. ഒരു ടീമിന്റെ പേര് ബെൻറ്റൻ. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആരാ ബെൻറ്റൻ. അപ്പൊ ഞാൻ അവരോട് വെച്ചു ആരാ മക്കളെ ബെൻറ്റൻ. അപ്പൊ അതിലൊരുക്കം പറഞ്ഞു ബെൻറ്റൻ അറിയില്ലേ പൊട്ടാ. അവരുടെ താലി അത്തറിച്ചു. അത് ഇപ്പൊ ഞാനെല്ലാം പഠിച്ചു. കൂടുതലേക്ക് മക്കളായി പോകണം. ആ എനിക്കൊരു മോനുണ്ട് പറഞ്ഞില്ലേ നിങ്ങൾക്ക്? 12 വയസ്സിലൊരു മോനുണ്ട് എനിക്ക്. 12 വയസ്സിലൊരു മോൻ. ഒരു ബോഡി ഷേപ്പിംഗ് അല്ല കേട്ടോ. അവന് ബോഡി മാത്രമോ ഷേപ്പില്ല. അവന് 5 മിനിറ്റ് മുമ്പ് അവനൊരു നേന്ത്രപ്പഴം കഴിക്കണം. അവക്കെടുക്കുന്ന കട്ടിലിന് മുമ്പ് ഒരു കൊലപ്പഴം ഞെക്കെടുക്കുന്നു. അടുക്കളയിലേക്ക് അടുക്കളയിലേക്ക് പോലെ വിശക്കും. ആക്ടിവിറ്റി ചെയ്താൽ വിശക്കും. എന്താണ് മോള് അയ്യോ ഈ അച്ഛന്മാർക്കുണ്ടല്ലോ പെൺമക്കളുടെ ഭയങ്കര ഫേവറേറ്റ് അല്ലെ? ഈ 3 അങ്ങനെ ശരിയാക്കില്ല കേട്ടോ. നിങ്ങൾ എന്തൊക്കെയോ പരിപാടികളുണ്ട് അല്ലെ? ഉപ്പ എന്ന് പറഞ്ഞാൽ പെൺമക്കൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആണോ? അല്ലെ? നിങ്ങൾ പറയാം ആണ്. എന്റെ മോള് വന്നപ്പോഴാണ് എനിക്ക് ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടായത്. മറ്റൊരു പ്രത്യേകിച്ച് എനിക്കൊന്നുമില്ല. ഡ്രസ്സൊന്നും വാങ്ങിച്ചെടുക്കാതെ ഒരു ട്രൗസർ, ഒരു ടീഷർട്ട്, കിൻഡർ ജോയ്, ഇതൊക്കെ വേറെ പരിപാടിയില്ല. പ്രായം 7 വയസ്സിൽ പ്രായം തുടങ്ങിയതാണ്. ആ സാറിന് അല്ലാതെ DNA ടെസ്റ്റ് നടത്തിയിട്ട് വേണം സാറിന്റെ മോനാണ് എന്ന് തീരുമാനിക്കാൻ. സാറിന്റെ മോനല്ലേ ആ പ്രേമം. ഒരു ദിവസം ഇങ്ങനെ എഴുതുക. അവന്റെ പേര് അദ്നാൻ. തൊട്ടപ്പുറത്തിന് ഗായത്രി എന്ന് പറയും. അദ്നാൻ ഗായത്രി കുറച്ച് ഷോർട്ടായി അത് ഗായു. ഇങ്ങനെ പറഞ്ഞാൽ അപ്പൊ എന്റെ വൈഫോ കണ്ടോ വിളിക്കാൻ നമ്മുടെ മോൻ ഹിന്ദി പഠിക്കുന്നു. അത് ഗായ് പശു അത് പഠിക്കാനോ എന്ത് പക്ഷെ. ഇപ്പൊ 12 വയസ്സായി. ഇപ്പൊ മസിലുണ്ടാക്കാൻ നോക്കണം. മസില് എപ്പോ കിട്ടിയാലും ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് വിങ്സ് കാണിച്ചെന്റെ ശ്വാസം വിങ്സ് ഞാൻ നോക്കിയപ്പോ ഒരു മോളാണ് നമ്മുടെ ചങ്ക്. 5 വയസ്സ്. അയ്യോ പകലൊക്കെ പോത്ത് പറയുന്നുണ്ടോ സ്കൂളിലാത്ത അങ്ങനെ ഒരു ജീവി ആ വീട്ടിൽ നിന്ന് അറിയില്ല. പുലർച്ചെ പൊന്തിട്ട് ഇങ്ങനെ കഷ്ടം ബെഡിൽ ഇങ്ങനെ ഇതിനൊരു ചുറ്റുന്നുള്ളൂ. ആഹാ ശാന്തി സമാധാനം. ഞാൻ എളുപ്പമോ മൂത്രമൊഴിച്ച് നശിപ്പിക്കുക. ആ വീട്ടിൽ നേരെയുള്ളതൊക്കെ തലയിച്ച് വെക്കുക. അലമാരയുടെ ഫ്രിഡ്ജിലുണ്ട് വെക്കുക. ഫ്രിഡ്ജിലുള്ള അലമാരെ കൊണ്ടുവയ്ക്കും. നിങ്ങൾക്കറിയാം പാമ്പേഴ്സ് ഇട്ടപ്പോൾ അത് വീട്ടിൽ ഹെൽമെറ്റ് ഇട്ടിട്ട് നടക്കുക അല്ലേ? എന്തുകൊണ്ട് വലിയ അക്രമങ്ങൾ അവളെ കിസ് ഉമ്മാക്കി വെക്കരുതാണ് പറഞ്ഞ ഫ്രഞ്ചൊക്കെ വരുന്നത്. അല്ലേ തമാശ ഓരോരുത്തർ ആഗ്രഹം അല്ല. അങ്ങനെയല്ല മക്കള് നിങ്ങൾ ഫൈറ്റ് ചെയ്യാറുണ്ടോ? അനിയത്തിക്കൊക്കെ ഫൈറ്റ് ചെയ്യാറുണ്ടോ? ആ ഉമ്മയപ്പം ചെയ്യുന്ന അച്ഛനമ്മ ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത 3 കാര്യങ്ങൾ പറയാം. കറക്റ്റാണ് പ്രതികരിക്കോ? 1 ഇഷ്ടമില്ലാത്താണ് 3 കാര്യങ്ങൾ. 1 ഉപദേശം. സത്യം. ഒരേ കാര്യത്തിന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ പറയും ഇതല്ലേ ഇന്നലെ പറഞ്ഞത്. അപ്പൊ അവർ പറയും ഇതല്ലേ ഇന്നലെ ചെയ്തത്. ഈ അമ്മമാരുടെ ഡയലോഗ് വീഡിയോ എടുക്കണ്ട സാർ, വീഡിയോ എടുക്കണ്ട, പ്രശ്നമാണ്. പിന്നെ മാത്രമല്ല സാർ ബാക്കിൽ എടുക്കുമ്പോൾ പല നമ്മൾ ഈ കോട്ട് ഒന്നും കാണിക്കാനുള്ളതല്ല, പലതും മറക്കാനും. അങ്ങനല്ലേ അല്ലേ? ആ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്യും. പിള്ളേർക്ക് കാണാൻ മുഖം കാണാനോ അത്യാവശ്യം കളറൊക്കെ
പിള്ളേരാ ഇതാണ് മലപ്പുറം അല്ലേ സാർ? ഓ മലപ്പുറം തന്നെയല്ലേ? ഓ അത് മാത്രം എന്തായാലും പറഞ്ഞില്ല അച്ഛൻ പറഞ്ഞു ആ ഉപദേശം ഒരേ കാലത്ത് പറയാൻ വേണ്ടി അല്ലെ അമ്മമാരുടെ ഡയലോഗ് അങ്ങനത്തെ ചില സാധനങ്ങളുണ്ട് ചില അധ്യാപകരിൽ ഉണ്ടോ അല്ലേ ചില പീരീഡിൽ തുടങ്ങുമ്പോൾ സമാധാനത്തില മോണാമ്മ ഉമ്മ ആ ഇത്തിരി സുഖമുണ്ടെങ്കിലും ഈ ജനിക്കണ്ടായിരുന്നു ഒക്കെ പോട്ടെ ഇന്ന് മുതൽ ബിഗിൻ വിത്ത് അവസാനം എന്റെ ഫ്രണ്ട് അല്ലേ, എന്റെ മുത്തല്ലേ, എന്റെ ചക്കരയല്ലേ, എന്റെ ജീവിതമല്ലേ, എന്നോട് സ്നേഹമുണ്ടോ, ഞാൻ ഉപദ്രവിച്ചപ്പോഴെങ്കിലോ കിഡ്നി കുറയ്ക്കുന്നുണ്ടോ? ഈ കാര്യത്തിൽ ഓപ്പോസിറ്റ് ആളെ കിഡ്നി തപ്പി നോക്കും. തപ്പ് 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 നോക്കുമ്പോൾ നല്ല കുട്ടിയാണ്. അപ്പം എൻ്റെ ഫോക്കസ് അങ്ങനെ നല്ല കുട്ടിയെ പരിചയപ്പെട്ടു. ഓണത്തിന് അത്തക്കളൊക്കെ പൂവൊക്കെ എഴുതി അതിന് ദിവസം കുട്ടിയുടെ ക്ലാസ് കഴിഞ്ഞിട്ട് എൻ്റെ മൊബൈലിൽ ബുക്കിൽ എഴുതി കൊടുത്തു. അപ്പോൾ ഇത് എന്ന് ചോദിച്ചാൽ വെറുതെ കല്യാണം ചോദിച്ചു പറയാം. ഞാൻ എഴുതി നോക്കിയാൽ കൊള്ളുന്നില്ല. അങ്ങനെ തിരികെ ഹന്നാക്കാൻ പിന്നീട് എന്താ പ്രൊഫഷണൽ കോഴ്സ് പറയാനും പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും പറ്റുന്ന ഏറ്റവും വലിയ അവസരങ്ങളിൽ ഒന്നാണ്. ഇന്റർനാഷണൽ ഫെസിലിറ്റീസ് എല്ലാം നമുക്ക് അവിടെ ഉണ്ട്. അത്രയും നല്ലൊരു ആംബിയൻസ് ഒരു പ്രൊഫഷണൽ ആകാനായി നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നേടിയെടുക്കാനായി. രാവിലെ 9 മണി തൊട്ട് സ്റ്റുഡൻസ് തുടങ്ങിയതാണ്. കൂടുതൽ കാര്യമില്ല, ഒരു 5 മിനിറ്റ്. ഇതേത് വർഷം 2025 ന്യൂ ഇയർ ഓർമ്മ ഓർമ്മല്ല, 2024 ഓർമ്മ, കൊറോണ ഓർമ്മ, കോവിഡ് അത് കഴിഞ്ഞിട്ട് 6 കൊല്ലം വിശ്വസിക്കൂടെ? വിശ്വസിക്കൂലേ? അങ്ങനത്തെ രണ്ടാം കോവിഡില് 2021 പെരിന്തൽമണ്ണ ഹോട്ടലുണ്ട്, ഹോട്ടൽ ഹൈറ്റൽ. അതിന്റെ ഒരു 3rd ഫ്ലോറിൽ വെറും 100 പേരെ വെച്ചാണ് പ്രൊഫീസ് പെരിന്തൽമണ്ണയുടെ ആദ്യത്തെ സെമിനാർ. 2021 പ്രൊഫീസ് പെരിന്തൽമണ്ണ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. 2022 സെമിനാർ നടത്തിയപ്പോൾ അതിന്റെ 10th ഫ്ലോറിൽ 300 പേരെ വെച്ചാണ് നമ്മൾ സെമിനാർ നടത്തിയത്. 2023 അതിന്റെ 4th ഫ്ലോറിൽ 400 പേരെ വെച്ച് നടത്തി. 2025 കഴിഞ്ഞ വർഷം നമ്മൾ ഈ സെയിം ഹാളിൽ 1000 പേരെ വെച്ചാണ് കൊമേഴ്സ് കോൺക്ലേവ് നടത്തിയത്. ആൻഡ് ഇറ്റ്സ് ഫൈനലി 2026 ഇന്ന് ഇവിടെ ഇരിക്കുന്നത് 1300+ സ്റ്റുഡൻസ് ആയി കൊമേഴ്സ് കോൺക്ലേവിന്റെ 2026 നമ്മുടെ ഏറ്റവും വലിയ അഭിമാന നിമിഷമായ ഒരു മൂമെന്റ് ആണ് ഇത്. സോ എനിക്ക് ഈ ഒരു സമയത്ത് പറയുന്നത്, പ്രൊഫീസ് പെരിന്തൽമണ്ണ 5 വർഷമായിട്ടുള്ളൂ. 5 വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് പെട്ട CA, ആ CA ഫസ്റ്റ് റാങ്ക്, CA ഫൗണ്ടേഷനിലെ ഓൾ കേരള ഫസ്റ്റ് റാങ്ക് നമ്മളെ പെരിന്തൽമണ്ണ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ACCA 3 തവണകളായിട്ട് ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്കും ഓൾ ഇന്ത്യ 3rd റാങ്കും നമ്മുടെ പെരിന്തൽമണ്ണ സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് മോർ ഓവർ CMA ക്യാപ്റ്റനാണെങ്കിലും ഈവൻ CMA ഫൈനലിലാണെങ്കിലും ഓൾ കേരള റാങ്കുകൾ നമ്മുടെ പ്രൊഫീസ് പെരിന്തൽമണ്ണയ്ക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾ +2 സ്റ്റുഡൻസ്, എസ്പെഷ്യലി നേരത്തെ ഹാരിസ് സാർ പറഞ്ഞു, +2 കഴിഞ്ഞ് ഇന്ത്യൻ കോഴ്സ് ഉണ്ട്, ഫോറിൻ കോഴ്സ്. ഇന്ത്യൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ CA, CMA, CS. ഇതിന്റെ കൂടെ തന്നെ BCom ചെയ്യാം. ഇതിന്റെ കൂടെ BCom മാത്രമല്ല, നാളെ നിങ്ങൾ ജോബിൽ പോകുമ്പോൾ സ്കിൽ ട്രെയിനിങ് നടക്കുന്നുണ്ടാവും. ആൻഡ് നമ്മുടെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ക്യാമ്പസാണ് നമ്മുടെ പെരിന്തൽമണ്ണ വരുന്നത്. ഇവിടെ തന്നെ നമ്മൾ പുതുതായിട്ട് നമ്മൾ ക്യാമ്പസ് പ്ലേസ്മെന്റ് അടക്കം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതായത് കുട്ടി +2 കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് CA, CMA, നീ അല്ല ACC 13 പേപ്പറാണ്, ഓരോ പേപ്പർ ചെയ്യാൻ പറ്റും. അല്ല CMA യൂണിവേഴ്സിറ്റി ഏത് കോഴ്സാണെങ്കിലും ഒന്നുകൂടി വിദേശത്ത് പോകാൻ താല്പര്യമാണെങ്കിൽ ACC അല്ലെങ്കിൽ CMA USA പോലത്തെ പ്രോഗ്രാം നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പൊ അതിനെ കൂടെ ഉപയോഗിക്കുന്ന നമുക്കറിയാം ഏറ്റവും നമ്മുടെ ജനറേഷൻ ഉപയോഗിക്കുന്ന AI ടൂൾസ്, പവർ BI പോലത്തെ എല്ലാം നമ്മുടെ സിലബസിൽ ഇന്റഗ്രേറ്റ് ചെയ്ത്
സ്കോളർഷിപ്പോടാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന ടൈം കുറവുകൊണ്ട് നമ്മൾ കൂടുതലായി കോഴ്സിനെ കുറിച്ച് പറയുന്നില്ല. എല്ലാവരെയും നമ്മുടെ ക്യാമ്പസിലോട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ തന്നെ ഇപ്പോൾ നമ്മളിവിടെ എത്തുന്ന ഇപ്പോൾ മെന്റേഴ്സ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്. അതായത് ഇവിടെ ഒരു 3 വർഷം കൊണ്ട് എനിക്ക് അനഫ് എന്ന് പറഞ്ഞ പയ്യനുണ്ട്. ACC 3 വർഷം കൊണ്ട് ഇവിടെ അനഫ്. യെസ്, എടാ അവൻ ACC ആണ്. അനഫ് ഒന്ന് സ്റ്റേജിൽ ഒരു 3 വർഷം പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങളെ കോളേജ് സ്റ്റുഡൻ്റാണ്. 3 വർഷം കൊണ്ട് ACC കംപ്ലീറ്റ് ആയി BCom ലാസ്റ്റ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇവ മാത്രമല്ല, ഇവിടെ സൂരജ് CMA USA. യെസ്, അമീൻ എന്റെ ബ്രദറാണ്. പ്രൊഫസർ ഫസ്റ്റ് തുടങ്ങിയ സമയത്താണ് നമ്മുടെ CMA കമ്മീഷൻ. കാരണം നമ്മള് ഒരു ഇവിടെ വന്ന് നമ്മള് പെരുന്തൽമണ്ണ പറയണേ ഇവിടെ കൊമേഴ്സ് ആണ് വൈദ്യുതി പറയുന്നത് വിശ്വസിക്കണ്ടേ സാർ, നിങ്ങൾ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? നേരെ ബ്രദർ അഡ്മിഷൻ കൊടുത്തു. പിന്നീട് വൈഫും അവിടെ CMA ആണ്. സോ ഗൈസ്, അപ്പോ അനഫ് 3 വർഷം കൊണ്ടാണ് എന്ത് ചെയ്തത്? ACC കംപ്ലീറ്റ് ചെയ്തത്. സോ നല്ലൊരു കാര്യം കൊടുക്കുക. ഓക്കെ, അപ്പോ ഇതിനെ കൊണ്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ടൈമിന്റെ റെസ്ട്രിക്ഷൻ കൊണ്ട് ആളുകൾ സെറ്റിംഗ്സ് റെഡിയായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുകയാണ്, നമ്മുടെ ക്യാമ്പസിനോട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ക്യാമ്പസിൽ വന്ന് നിങ്ങൾ ഓരോ കോഴ്സും ഏത് കോഴ്സാണ് അറിയേണ്ടത് നമ്മുടെ കൗൺസിലുമായി സംസാരിച്ച് നിങ്ങൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് നോക്കിയിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം? അഡ്മിഷൻ എടുക്കാം. സോ ദാറ്റ്സ് ഓൾ. ആൻഡ് നിങ്ങൾക്ക് ആൾറെഡി ഒരു ഫയൽ തന്നിട്ടുണ്ടാവും. ആ ഫയൽ നമ്മുടെ സ്കോളർഷിപ്പ് എക്സാം എല്ലാ വർഷവും നമ്മൾ നടത്തുന്ന പ്രൊഫിൻസിന്റെ ടാലന്റ്, പ്രൊഫിൻസ് ആക്റ്റീവ് ടാലന്റ് പാത്ത് സ്കോളർഷിപ്പ് എക്സാമിന്റെ ഫോം ഉണ്ട്. നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഫോം ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ 10ാം ക്ലാസ് സ്റ്റുഡൻസിന് വേണ്ടി മുമ്പൊക്കെ ട്രെൻഡിങ് ആയിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് സ്റ്റുഡൻസ് കൊമേഴ്സ് ഫീൽഡിലോട്ട് പോകാറുള്ളത്. പക്ഷേ നമ്മളിവിടെ പെരുന്തൽമണ്ണത്തിന്റെ പ്രൊഫിൻസ് B സ്കൂൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ സ്റ്റുഡൻസിന് വേണ്ടി +1 +2 ഇന്റഗ്രേറ്റഡ് ആയിട്ട് +1 +2 ഇന്റഗ്രേറ്റഡ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യും? +1 കേരള സിലബസിലെ സെയിം സിലബസ് വെച്ചിട്ട് തന്നെ അവർക്ക് CA ഫൗണ്ടേഷൻ അല്ലെങ്കിൽ CMA ഫൗണ്ടേഷൻ ACC ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും പറഞ്ഞു നിർത്തുന്നു. നിങ്ങൾ എല്ലാവരും പോകുമ്പോൾ നമ്മുടെ സ്കോളർഷിപ്പ് ഫോം കംപ്ലീറ്റ് ചെയ്യുക. February 1 അടുത്ത ഞായറാഴ്ച നമ്മുടെ ക്യാമ്പസിൽ വെച്ചാണ് സ്കോളർഷിപ്പ് എക്സാം നടക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു. Thank you so much, sir. Thanks a lot. മലപ്പുറത്ത് ഇനിയും വരണം, പെരുന്തൽമണ്ണ ഇനിയും വരണം, പ്രൊഫീസിന് വേണ്ടി ഇനിയും വരണം. ഇപ്പൊ വരണം, വരില്ലേ? സോ താങ്ക് യു സോ മച്ച്. നമ്മള് ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്നേഹാദരവ് കൈമാറാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും ചേർന്ന് ഒരു കഴിയുമ്പോൾ തൃശ്ശൂർ പൂരത്തിന്റെ വെട്ടിക്കെട്ടെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നല്ലൊരു പേരുമായി നമ്മൾ അതിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. The founder and directors of Profens. I also invite the CEO Profens Perindalmanna, Mr. Mohammad Zamir. നിറഞ്ഞ പേരുകളുമായി അഭിമാനപൂർവ്വം പെരിന്തൽമണ്ണയുടെ മണ്ണിലേക്ക് മലബാർസ് biggest summer summit 2026 കൊമേഴ്സ് സാക്ലയിൽ നമ്മൾ ഇന്ന് ഇവിടെ ഒരുക്കി ഈ ഒരു വേദിയിൽ ഒരുപാട് അത്ഭുതങ്ങളുടെ റിയാലിറ്റിയിലേക്ക് Okay.